ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിച്ച് ഇന്ന് സത്യാഗ്രഹവും സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ നൽകാമെന്ന ഉറപ്പ് ലംഘിച്ചതോടുകൂടിയാണ് സമരം കടുപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് എന്നുള്ളതാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിസ്ന, ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അവർ സത്യാഗ്രഹ സമരം ആദ്യം സൂചനാ പണിമുടക്ക് എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. ഗൗതം, നമ്മുടെ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യം സാധാരണക്കാരിൽ തീർത്തും സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിന്റെ കൂടെ ഈ ഡോക്ടർമാർ സമരത്തിലേക്ക് കൂടി പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പൊതുജനങ്ങളെ വല്ലാത്ത ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി. എങ്ങനെയാണെന്ന് സമര പ്രഖ്യാപനം പറയൂ ദിസ്ന. രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ജനുവരി 18 ഇത് സംബന്ധിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ചയുണ്ടായിരുന്നു. അതിൽ കൃത്യമായി KGMC അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അടിക്കടി ഉണ്ടാവുന്ന ചർച്ചകളല്ല വേണ്ടത്, മറിച്ച് കൃത്യമായി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് തന്നെയാണ് ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് ആ ചർച്ചയിൽ പരാജയം സംഭവിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് KGMCയെ കടക്കുന്നത്. നമുക്കറിയാം, ഈ KGMC നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങളൊന്നും തന്നെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് സത്യാഗ്രഹവും സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. അതിനുശേഷം ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശമ്പള കുടിശ്ശിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളുടെ ഒക്കെ കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, വലിയ രീതിയിൽ ഡോക്ടർമാർക്ക് നേരെ ആക്രമണമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ആരീസ് ചിറക്കലിന്റെ ഒക്കെ വെളിപ്പെടുത്തൽ വന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ അടുത്ത് ഈ ബിസ്മിറിന്റെ മരണവുമായി വന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നീട്ടിവെക്കുന്ന ഈ സമ്പ്രദായത്തിനെതിരെയാണ് ഇപ്പോൾ KGMC സമരം നടക്കുന്നത്. പ്രധാനമായും പഠിപ്പ് മുടക്കിക്കൊണ്ടാണ് ഈ അധ്യാപകർ സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർവകലാശാലയിൽ പരീക്ഷ അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡോക്ടറുടെ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. രീതിയിൽ വിദ്യാർത്ഥികളെയും ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് KGMCയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ സമരം നടക്കുന്നത്. രാഗി, എന്തായാലും സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ വീണ്ടും ഒരു സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി അവർ സത്യാഗ്രഹം ആരംഭിക്കും. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ധർണയും നടക്കും എന്നുള്ളതാണ്.